നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ എം വിജയകുമാർ LDF സ്ഥാനാർത്ഥിയാകും. ഇന്ന് ചേർന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റാണ് എം വിജയകുമാറിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിൽ എം വിജയകുമാറിൻ്റെ പേര് മാത്രമാണ് ഉയർന്നത്. കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് എം വിജയകുമാറെന്ന് പിണറായി വിജയൻ യോഗത്തിൽ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിനായി ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രനാണ് എം വിജയകുമാറിന്റെ പേര് നിർദ്ദേശിച്ചത്. കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന പിണറായി വിജയന്റെ നിർദ്ദേശത്തിന് പിന്നാലെയായിരുന്നു കടകംപള്ളി വിജയകുമാറിന്റെ പേര് ഉയർത്തിയത്. തുടർന്ന് ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശം ജില്ലാ സെക്രട്ടേറിയറ്റ് ഐകകണ്ഠേന അംഗീകരിച്ചു. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ നിർദ്ദേശം ചർച്ച ചെയ്യും. 31-ന് LDF സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. മെയ് മാസം 31-ന് നമ്മൾ LDFന്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. അതോടുകൂടി എല്ലാം ക്ലിയർ ആവും. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് LDFന് അനുകൂലമാകുമെന്ന് എം വിജയകുമാർ പ്രതികരിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും LDFന് അനുകൂലമായ കാര്യങ്ങളാണ് അരുവിക്കരയിലും കേരളത്തിൽ പൊതുവിൽ പ്രത്യേകിച്ച് അരുവിക്കരയാണല്ലോ എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുന്നണി നേതാവിനെ തന്നെ CPM രംഗത്തിറക്കിയതോടെ അരുവിക്കരയിൽ ശക്തമായ പോരാട്ടം തന്നെ നടക്കുമെന്ന് ഉറപ്പായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ബി ചെയർമാൻ ശ്രീ R ബാലകൃഷ്ണപിള്ള, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ AK ബാലൻ, കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KM ഷാജഹാൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, അരുവിക്കരയിൽ UDFന് പ്രതീക്ഷയുണ്ടോ? ആത്മാർത്ഥമായ വിജയപ്രതീക്ഷയുമാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. തീർച്ചയായും പൂർണ്ണമായ വിജയപ്രതീക്ഷയുണ്ട്. 1991 മുതൽ ഇങ്ങോട്ട് കോൺഗ്രസിന്റെ കൈകളിൽ ഭദ്രമായ ആ നിയോജക മണ്ഡലം തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ തന്നെ പിന്തുണച്ചിട്ടുണ്ട്. മാത്രവുമല്ല, യശശരീരനായ കോൺഗ്രസ് നേതാവും ജനകീയ നേതാവ്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ അരുവിക്കരയിലെ ജനങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആ മണ്ഡലം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ശ്രീമതി ബിന്ദു കൃഷ്ണ, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ G കാർത്തികേയൻ 10,674 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ താങ്കളും സമ്പത്തും തമ്മിൽ മത്സരം നടന്നപ്പോൾ അരുവിക്കരയിൽ 4,163 വോട്ടിൻ്റെ ഭൂരിപക്ഷം സമ്പത്തിനുണ്ടായി. അതായത് G കാർത്തികേയൻ്റെ 2011 10,674 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് 4,163 വോട്ട് കൂടുതലായി സമ്പത്ത് നേടിയെടുത്തു. 2014 നിന്ന് 2015 എത്തുമ്പോൾ ആ സാഹചര്യം എങ്ങനെ മാറും? എങ്ങനെ നിങ്ങൾ വിജയസാധ്യത പറയും? ഒന്നാമതായി, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയവും അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിനേക്കാൾ ഏറെ നിലവിലുള്ള സിറ്റിംഗ് MP എന്ന നിലയിൽ ശ്രീ സമ്പത്തിന് ഉണ്ടായ ഒരു ജനപിന്തുണ. മാത്രവുമല്ല, കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്ന MP എന്ന ഒരു കാര്യം അത്തരത്തിലൊരു പ്രചാരണം നടത്തിയപ്പോൾ കൃത്യമായി കോൺഗ്രസ് അതിനെ എതിരിട്ടില്ല. സത്യം മറിച്ചാണെങ്കിലും അത് ജനങ്ങളുടെ ഇടയിൽ തെളിയിക്കുവാൻ കോൺഗ്രസിന് കഴിയാതെ പോയി. അത്തരത്തിലുള്ള പല രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും ചേർന്നുകൊണ്ടാണ് 2014 തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു വ്യത്യാസം ഉണ്ടായത്. പക്ഷേ ശ്രീ G കാർത്തികേയൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ സമ്പത്തിനെ നേരിടുന്ന കാര്യത്തിൽ കോൺഗ്രസിന് ആറ്റിങ്ങലിൽ അല്ലെങ്കിൽ അരുവിക്കരയിൽ സംഭവിച്ച വീഴ്ച, ആ വീഴ്ച എങ്ങനെ ഈ തവണ ഇപ്പോൾ മറികടക്കും? തീർച്ചയായും അത് മറികടക്കുവാൻ കഴിയും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൃത്യമായ മുന്നൊരുക്കങ്ങൾ കാര്യക്ഷമമായി ചെയ്യുവാൻ സാധാരണഗതിയിൽ ആ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞില്ല. അരുവിക്കരയിൽ മാത്രമല്ല, പാർലമെന്റ് മണ്ഡലം ഒന്നാകെ. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. വളരെ കൃത്യമായി പുതിയ വോട്ടർമാരെ ചേർക്കുന്നതടക്കം, ഞാനിത് സൂചിപ്പിച്ചത് 1,34,000-ഓളം വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പുതുതായി ചേർന്നപ്പോൾ അതിൽ ഞാൻ അടങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ സംഭാവന വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ വളരെ കൃത്യമായി ചിട്ടയോടുകൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് അടക്കമുള്ള മുഴുവൻ പരിപാടികളും വലിയ നല്ല കാര്യത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ വിജയപ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലുമില്ല. സർവോപരി ശ്രീ G കാർത്തികേയൻ അവശേഷിപ്പിച്ചു പോയ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ അത് ആ മണ്ഡലത്തിന്റെ ഹൃദയത്തുടിപ്പായി ഇപ്പോഴും നിലകൊള്ളുകയാണ്. അത് മാറ്റിമറിക്കാൻ CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്കോ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ കഴിയുകയില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും അടിവരയിടുന്നുണ്ട്. അത് ജൂൺ 30 UDF ഇപ്പോഴും വിജയപ്രതീക്ഷ വച്ചുപുലർത്തുന്നു. 2011 G കാർത്തികേയന് ലഭിച്ച ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് 2014 ഇടതുമുന്നണി അരുവിക്കരയിൽ നേടിയ വിജയം, അത് മറികടക്കുന്ന രീതിയിൽ മെമ്പർമാരെ ചേർക്കുക, പുതിയ വോട്ടർമാരെ ചേർക്കുക,
കോൺഗ്രസിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ഒപ്പം ജി കാർത്തികേയനോടുള്ള ഒരു സ്നേഹാദരവും ഇതെല്ലാം ചേർത്ത് UDF വിജയിക്കാൻ കഴിയും. അതിനെ മറികടക്കാൻ LDF കഴിയും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ഇന്ന് വിലയിരുത്തി എന്തെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണത്? അരുവിക്കരയിൽ ശരിക്ക് പഠിച്ചു. ഞാൻ അരുവിക്കര ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾ. ഞാൻ ശരിക്ക് പഠിച്ചു. അരുവിക്കരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനമായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് മലയാളികളെ മുഴുവൻ ആത്മാഭിമാനമില്ലാത്തവരാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജനാധിപത്യത്തിൻ്റെ പേരിൽ നടത്തുന്ന തീവട്ടിക്കൊള്ളക്കെതിരായി പ്രതികരിക്കാൻ പോകുന്ന മലയാളികളുടെ മനസാക്ഷിയുടെ അംബാസഡർമാരായി വരാൻ പോകുന്ന അരുവിക്കരയിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. അതാണ് പ്രധാനം. വോട്ടർമാരെ ചേർത്തില്ലോ ഞാൻ വാദപ്രതിവാദത്തിലേക്കും ബിന്ദുകൃഷ്ണ പറയുന്ന കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. ഇവിടെ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയത്തിൽ വോട്ടർമാരെ ചേർക്കുന്നതൊക്കെ പ്രധാനമായില്ലെന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയത്തിൽ ഈ ഗവൺമെൻറ്റിന് എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കും? വിലക്കയറ്റം പറയുമോ? അതേ വികസനം പറയുമോ? അതേ കാർഷിക വിളവുകൾക്ക് വളരെ പ്രാധാന്യമുള്ള മനുഷ്യൻ കെട്ടിഞ്ഞാന്ന് മരിക്കുകയാണ്. അതേ BJPയുടെ സംഭാവനയൊന്നുമല്ല. മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് റബ്ബറിൻ്റെ വില പകുതിയായത്. ആ ഭരണം അവസാനിക്കുന്നതിനൊക്കെ വളരെ മുമ്പ് റബ്ബറിൻ്റെ വിലയൊക്കെ കാര്യമായിട്ട് ബിന്ദുകൃഷ്ണയെ ബാധിച്ചതും അതൊക്കെയാണ്. കുറേ വളരെ കാര്യമായി ഉണ്ടായിരുന്ന 250 രൂപ വരെ കിലോയ്ക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് കാർത്തികേയൻ 10,000-ലധികം വോട്ടിന് ജയിച്ചതെന്നുള്ളത് മറക്കരുത്. നമ്മൾ ആ ഓർമ്മ മനസ്സിൽ വേണം. ഇന്നത്തെ സ്ഥിതി എന്താ? ഈ സ്ഥിതി ഉണ്ടാക്കിയതാരാണ്? ഉണ്ടാക്കിയത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. അവരുടെ ഘടകകക്ഷികളും ചേർന്നാണ്. റബ്ബറിൻ്റെ വില ഇടിച്ച് ടയർ മുതലാളിമാരെ, കുത്തകക്കാരെ സഹായിക്കാൻ ശ്രമിച്ചതിൽ മാറ്റം വരുത്താൻ ഇന്നും കുത്തകകളുടെ പുറകെ പോയിരിക്കുന്ന BJPക്ക് കഴിയുന്നില്ല. അപ്പം ആര്യനാട് നിയോജക മണ്ഡലം റബ്ബറും കുരുമുളകും തേങ്ങയും അടക്കയും ഉള്ള അവിടുത്തെ ബോണക്കാട് അതുപോലെയുള്ള തോട്ടങ്ങൾ, തൊഴിലാളികൾ പണിയെടുക്കുന്ന തോട്ടങ്ങൾ, കാർത്തികേയനോട് എനിക്കൊരു എൻ്റെ ഒരു അനിയനോടുള്ള സ്നേഹം കാർത്തികേയനോടുണ്ടായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ തോട്ടങ്ങളിലെ തൊഴിലാളികളൊക്കെ കൊടും പട്ടിണിയിലാണ്. പ്രകാശേ, കൊടും പട്ടിണി. മുടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് കഴിയാതെ, കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാതെ അവരൊക്കെ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഒരു തോട്ടത്തിലെ കൊളുന്തു നുള്ളിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് തൊഴിലാളികളെ ക്രിമിനൽ കേസിൽ പെടുത്തി മുതലാളിമാരെ സഹായിക്കുകയാണ്. ഇതൊക്കെ അരുവിക്കര എന്ന് പറയുന്ന നിയോജകമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ രാഷ്ട്രീയമാണ്. KM മാണിയുടെ കേസ് തന്നെ ഉദാഹരണം എടുക്കണം. ബാബു, KM മാണിയേക്കാൾ വലിയ കൊള്ള എഴുതിയയാളാണ് K ബാബു. അത് രണ്ടും രണ്ടായിട്ടാണ്. ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട്. വിദ്യാഭ്യാസം ആത്മാഭിമാനമുള്ളവരാണ്. അതുകൊണ്ട് ആത്മാഭിമാനമുള്ള മലയാളിയെ പ്രതിനിധീകരിക്കാൻ ഈ രാജ്യത്ത് മുഴുവൻ ആളുകൾക്കും അവരുടെ പ്രതിനിധികളായി, മലയാളികളുടെ പ്രതിനിധികളായി മുഴുവൻ ആളുകൾക്കും പ്രവർത്തിക്കാൻ കിട്ടിയ സമയമാണ്. ഭാഗ്യവതികളായ അരുവിക്കരയിലെ വോട്ടർമാർ. അവരെ ഇന്ന് മലയാളികളും ആത്മാഭിമാനം നഷ്ടപ്പെട്ട മലയാളികളുടെ ആത്മാഭിമാനം തിരിച്ചെടുക്കാനും അന്യായങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വികസനം എന്ന് പറഞ്ഞാൽ പാലം അതൊക്കെ വ്യക്തമാണ്. താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ AK ബാലൻ, ജി കാർത്തികേയന്റെ സ്മരണയുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിൻ്റെ പേരിൽ ഒരു വലിയ വോട്ട് ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ VM സുധീരൻ പറഞ്ഞത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അത് അരുവിക്കരയിൽ പ്രതിഫലിക്കില്ല എന്നാണ്. അപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യപ്പെടില്ല എന്ന പ്രതീക്ഷയോടുകൂടി, ഈ സർക്കാരിനെതിരായി ഉയർന്നു വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല എന്ന പ്രതീക്ഷയോടുകൂടി ജി കാർത്തികേയൻ്റെ അകാല വിയോഗം അതുയർത്തുന്ന ഒരു സഹതാപ തരംഗം, അതിൽ പ്രതീക്ഷയർപ്പിച്ച് UDF മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും LDF അതിനെ മറികടക്കാൻ ചെയ്യുക? ഇത് ബഹുമാനപ്പെട്ട R ബാലകൃഷ്ണപിള്ള കൃത്യമായിട്ട് പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വമ്പിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നും മാത്രമല്ല, ഈ കേരളത്തിലെ ജനതക്ക് ഈ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിസൾട്ട് നൽകുന്ന പാഠം ഐക്യ ജനാധിപത്യ മുന്നണി ഇനി ഒരു ദിവസം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല എന്ന സന്ദേശമായിരിക്കും.
ഇവിടെ ഒരു കാര്യം ബഹുമാനപ്പെട്ട ബിന്ദു പറഞ്ഞല്ലോ, ഉറച്ച സീറ്റാണ്. അങ്ങനെയാണെങ്കിൽ ബിന്ദുവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിർത്തുന്നല്ലേ അവർക്ക് നല്ലത്. അപ്പോ അനുകമ്പയുടെ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ സുലേഖയെ മത്സരിപ്പിക്കുന്നത്. അവരാണ് മത്സരിക്കുന്നത് എങ്കിൽ ഞാൻ അവരുടെ കുടുംബാംഗങ്ങളോടും പറയുന്നു, ഇത് അവരെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കും. ദയനീയമായ ഒരു പരാജയത്തിലേക്കായിരിക്കും ബഹുമാനപ്പെട്ട സുലേഖ പോകുന്നത് എന്ന് മനസ്സിലാക്കി അവരെയാണ് നിർത്താൻ പോകുന്നത് എങ്കിൽ അതിന് സമ്മതിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവസാനമായിട്ട് ഞാൻ പറയാം, ബഹുമാനപ്പെട്ട കാർത്തികേയൻ അവസാനം ആഗ്രഹിച്ചത് ഒന്നുകിൽ KPCC പ്രസിഡന്റായിരുന്നു. അതിവര് അംഗീകരിച്ചില്ല. മന്ത്രിസ്ഥാനം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. കാരണം മണ്ഡലത്തിന്റെ പ്രവർത്തനത്തിന് സ്പീക്കർ എന്നുള്ള നിലയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അവസാനം അദ്ദേഹം ഒരു പുനർചിന്തനത്തിന് തയ്യാറായതാണ്. അതും ഇവർ സമ്മതിച്ചില്ല. ഈ കുടുംബത്തെയും ബഹുമാനപ്പെട്ട കാർത്തികേയനെയും അവസരം കിട്ടുന്ന ഘട്ടങ്ങളിലെല്ലാം അപമാനിച്ചതാണ് കോൺഗ്രസും കോൺഗ്രസിന്റെ നേതൃത്വവും. ബഹുമാനപ്പെട്ട കാർത്തികേയൻ മരിച്ചതിന് ശേഷം ഒരു അനുസ്മരണ ലേഖനം വീക്ഷണത്തില് MMS എഴുതിയിട്ടുണ്ട്. ആ MMS എഴുതിയ ലേഖനം എന്റെ കയ്യിലുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രൂപത്തിലുള്ള പാരയാണ് ബഹുമാനപ്പെട്ട കാർത്തികേയനെതിരായി ഓരോരോ കാലഘട്ടത്തിലും ഇപ്പോൾ സംസ്ഥാനത്തുള്ള നേതാക്കളും അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും നടത്തിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും. അത് ആ ഭീഷണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നതല്ല. ആ കുടുംബത്തെ മാനസികമായി നശിപ്പിക്കുന്നതിന് വേണ്ടി ഏത് വൃത്തികെട്ട നിലയിലേക്കും അവർ പോകും എന്നുള്ളതിന്റെ തെളിവും ഈ കേരളം കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തന്നെ മാറാൻ തീരുമാനിച്ചതായിരുന്നു. പിന്നീട് ഒരു തിരുത്തൽവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ തന്നെ നിന്നുപോയതാണ്. അത്രത്തോളം അസംതൃപ്തി ബഹുമാനപ്പെട്ട കാർത്തികേയൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീമതി ബിന്ദുകൃഷ്ണ, ശ്രീ AK ബാലൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം, ഒന്ന്, ജി കാർത്തികേയനോട് കോൺഗ്രസ് ഒരു നല്ല പെരുമാറ്റം കാഴ്ചവെച്ചില്ല. എന്തൊക്കെയാണോ കാർത്തികേയൻ ആഗ്രഹിച്ചിരുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അദ്ദേഹം KPCC പ്രസിഡന്റാകാൻ ആഗ്രഹിച്ചു, അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞ് മന്ത്രിയാകാൻ ആഗ്രഹിച്ചു. അതൊന്നും തന്നെ നിങ്ങൾ ഫലവത്താക്കിയില്ല. ഇപ്പോൾ പറയുന്നു കാർത്തികേയനോട് കോൺഗ്രസിനില്ലാത്ത സ്നേഹം അത് അരുവിക്കരയിലെ ജനങ്ങൾക്കുണ്ടാകും എന്ന ആ പ്രതീക്ഷ. അതിൽ തന്നെ ഇപ്പോൾ വിജയകുമാറാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. വിജയകുമാർ നിയമസഭയിലേക്ക് കടന്നു വന്നത് തന്നെ ഇന്നത്തെ പോലെയല്ല, ശക്തനായ ജി കാർത്തികേയനെ തിരുവനന്തപുരം നോർത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, CPIMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ വ്യാപകമായി ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന സമ്മതനായ ഒരു സ്ഥാനാർത്ഥി, കാർത്തികേയനെ പോലും പരാജയപ്പെടുത്തിയ ചരിത്രമുള്ള ഒരു സ്ഥാനാർത്ഥി, അവരോട് സഹതാപം എന്ന ഒരേ ഒരു കാര്യം അത് മാത്രം ഉയർത്തിക്കൊണ്ട് സുധീരൻ പറയുന്നത് പോലെ സമകാലിക രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ എങ്ങനെ മത്സരിച്ച് ജയിക്കാൻ UDFന് കഴിയും? LDF സ്ഥാനാർത്ഥി ശ്രീ M വിജയകുമാർ വളരെ പരിണതപ്രജ്ഞനായ ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ പരിണതപ്രജ്ഞനായ സ്ഥാനാർത്ഥിയെ ഇന്നലകളിൽ കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ K മോഹൻകുമാർ അടക്കമുള്ളവർ പരാജയപ്പെടുത്തിയ ചരിത്രവും സമീപകാലത്ത് തന്നെയുള്ളതാണ്. മാത്രവുമല്ല, സഹതാപ തരംഗം എന്നുള്ള ഒറ്റ കാര്യത്തിൽ മാത്രം നിന്നുകൊണ്ടല്ല കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത്. 2011 മെയ് മാസം 18-ാം തീയതി അധികാരത്തിൽ വന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ നാട്ടിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ, ആ പദ്ധതികളെയും പരിപാടികളെയും ഒരു കാരണവശാലും ഒരു പ്രതിപക്ഷത്തിന് ചോദ്യം ചെയ്യാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ കൃത്യമായി ജനങ്ങളിൽ എത്തുന്ന പരിപാടികൾ, സാമൂഹ്യക്ഷേമ പരിപാടികളെ ചോദ്യം ചെയ്യുവാൻ കഴിയാതെ വന്നപ്പോൾ വിവാദ വ്യവസായം അത് ഏറ്റവും വലിയ വ്യവസായമാക്കി മാറ്റിക്കൊണ്ട് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ആക്ഷേപശരങ്ങൾ തീർച്ചയായും രാഷ്ട്രീയ എതിരാളികൾ നടത്തിയത് നാം എല്ലാവരും കണ്ടതാണ്. ആ വിവാദങ്ങൾ ഒന്നുകൊണ്ട് മാത്രം അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചെടുക്കാമെന്ന് CPMഉം LDFും മനപ്പായസമുണ്ടെന്നെങ്കിൽ തീർച്ചയായും അത് കേവലം ഒരു മനപ്പായസമായി അവശേഷിക്കുമെന്നാണ് അരുവിക്കരയിലെ ജനങ്ങൾ. ശ്രീ KM ഷാജഹാൻ, ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും വിജയിക്കും എന്ന് ഉറപ്പു പറയാൻ കഴിയുന്ന വസ്തുതകളും ന്യായങ്ങളും നിരത്താനുണ്ട്. പക്ഷേ 2009 മുതൽ ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രം, മുന്നണികളുടെ സമവായത്തിൽ വന്ന മാറ്റങ്ങൾ, അത് എന്താണ് നൽകുന്ന ചിത്രം? 2009 മുതൽ 2014 വരെയുള്ള
വോട്ടിൻ്റെ കണക്ക് നമ്മൾ പ്രകാശം എടുത്ത് നോക്കിയാൽ പോൾ ചെയ്ത വോട്ട്, ആ മണ്ഡലത്തിൽ വോട്ട് ഇതിൻ്റെ എണ്ണം എല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പോൾ ചെയ്ത വോട്ട് വർദ്ധിച്ചിട്ടും മണ്ഡലത്തിലെ വോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടും 2009-നും 2014-നും ഇടയ്ക്ക് LDFനും UDFനും ലഭിച്ച വോട്ടിൻ്റെ ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് കണക്ക്. LDFന് 2009-ൽ 45% വോട്ട് കിട്ടിയിരുന്നുവെങ്കിൽ അത് 2014 ആയപ്പോൾ 43% കുറഞ്ഞു. UDFന് 2009-ൽ 41% വോട്ട് കിട്ടിയെങ്കിൽ അത് 2014 ആയപ്പോഴത്തേക്കും 39% കുറഞ്ഞു. അപ്പോൾ രണ്ട് മുന്നണികൾക്കും 2009-നും 2014-നും ഇടയ്ക്ക് ലഭിച്ച വോട്ടിൻ്റെ ശതമാനം, വോട്ടിൻ്റെ എണ്ണവും പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണവും കൂടിയിട്ടും കുറഞ്ഞതായിട്ടാണ് കണക്കുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ കണ്ടതാണ്, വ്യത്യസ്തമായ രാഷ്ട്രീയ മുന്നണികളിലെ നേതാക്കന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് പ്രകാശ്, രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞ എന്താണ്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അരുവിക്കരയിൽ പ്രകടമാകില്ല, ഞങ്ങൾക്ക് നേട്ടമുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. മറുഭാഗത്ത് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, ഇടതുപക്ഷത്തിൻ്റെ AK ബാലനെ പോലുള്ള ആളുകൾ പറയുന്നത് രാഷ്ട്രീയ കാലാവസ്ഥ തങ്ങൾക്ക് അനുകൂലമായ, അതുകൊണ്ട് തങ്ങൾ ജയിക്കും എന്ന് പറയുന്നു. അപ്പോൾ രണ്ടുപേരും പറയുന്നതിനകത്ത് അവർ കാണുന്നതും കാണാത്തതുമുണ്ട്. ഇടതുപക്ഷം രാഷ്ട്രീയമായ സാഹചര്യം മാത്രം പറയുന്നു, വികസനത്തിൻ്റെ മേഖലയിലുള്ള കാര്യങ്ങൾ കണ്ടില്ല എന്നവർ പറയുന്നു. UDF ആകട്ടെ വികസനത്തിൻ്റെ മേഖലയിലുള്ള കാര്യങ്ങൾ കണ്ടു എന്ന് പറയുന്നു, രാഷ്ട്രീയം കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് താല്പര്യമുള്ള വശങ്ങൾ അവർ കാണുന്നു, താല്പര്യമില്ലാത്ത വശങ്ങൾ അവർ കാണാതിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണികൾക്കും ശതമാനം കുറഞ്ഞു, പോൾ ചെയ്ത വോട്ട് കൂടി ശതമാനം കുറഞ്ഞു. ഒരു കാര്യം ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട കണക്ക് നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്. 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിയാൽ അരുവിക്കര മണ്ഡലത്തിൽ നിയമസഭയിലായാലും ലോക്സഭയിലായാലും നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയം വളരെ നിർണായകമായിരുന്നു എന്നുള്ളതാണ്. അവിടെ 2019-ലും 2009-ലും 2014-ലും സമ്പത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. അത് വോട്ടെടുപ്പിൽ തെളിഞ്ഞിട്ടുണ്ട്. 2011-നെ സംബന്ധിച്ചിടത്തോളം ശ്രീ G. കാർത്തികേയൻ്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിൽ വളരെ നിർണായകമായിരുന്നു. അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾക്കും നിർണായകമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ നിർണയം വളരെ നിർണായകമായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ട് മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ്. ജയപരാജയത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മുന്നണികൾക്കും ലഭിച്ച വോട്ടിൻ്റെ ശതമാനം കുറയുകയാണ് ഉണ്ടായത് എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ വലിയൊരളവിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശ്രീ KM ഷാജഹാൻ, BJPയുടെ പ്രകടനം എങ്ങനെയായിരുന്നു ഈ മണ്ഡലത്തിൽ? BJPയുടെ പ്രകടനമാണ് വളരെ നിർണായകമായിട്ട് നമ്മൾ കാണേണ്ടത് പ്രകാശ്. കാരണം 2009-ലും 2011-ലും BJPക്ക് യഥാക്രമം 7135 വോട്ടും 7694 വോട്ടുമാണ് കിട്ടിയിരുന്നത് 2009-ലും 2011-ലും. അതായത് യഥാക്രമം 6% വീതം. എന്നാൽ 2014 ആയപ്പോൾ BJPക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം 14830 വർദ്ധിച്ചു, 890 വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 12.4%. അതായത് BJPക്ക് കിട്ടിയ വോട്ട് 2011-നെ അപേക്ഷിച്ച് 2014 ആയപ്പോൾ ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. BJPയുടെ വോട്ട് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ മുന്നണികളുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവ് സംഭവിക്കുന്നു. ഇത്തവണ സർക്കാരിനെതിരായ വികാരം, KM മാണിക്കെതിരായിട്ടുള്ള ആരോപണം, അതിൽ കുറ്റപത്രം നൽകൽ, എങ്ങനെ ഇതിനെ മറികടക്കാൻ UDFന് കഴിയും? VM സുധീരൻ വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലല്ലോ. BJPക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിന്റെ സാഹചര്യം ശ്രീ പ്രകാശ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊട്ടാകെ നടത്തിയ ഒരു വലിയ പ്രയാണം, ആ പ്രയാണത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇനി വിശ്വസിക്കാൻ കഴിയുന്നത് BJP ആണ് എന്ന തരത്തിലുള്ളൊരു പൊതുവികാരം കേരളത്തിലടക്കം സൃഷ്ടിക്കുന്നതിൽ കുറച്ചെങ്കിലും അവർ വിജയിച്ചു എന്നതാണ് ആ വോട്ടിംഗ് ശതമാനത്തിലൂടെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു വർഷം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വാക്കുകളും വാചകമടികൾക്കും അപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം പോലും നിവർത്തിച്ചു കൊടുക്കാൻ, ആവശ്യം പോലും നിറവേറ്റി കൊടുക്കാൻ കഴിയാതെ പരിങ്ങലായ ആ കഥ
ഇന്ന് ഈ ഇന്ത്യയിലെ ജനങ്ങൾ, വിശിഷ്യ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും അരുവിക്കരയിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം മുൻ തെരഞ്ഞെടുപ്പുകൾ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടുവാൻ ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള BJP-ക്ക് കഴിയാതെ പോകും. മാത്രവുമല്ല, BJP സംസ്ഥാന ഘടകത്തിലെ പടലപ്പിണക്കങ്ങൾ അടക്കം മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ബാർ കോഴ ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ മത്സരിക്കുന്നു. CPM-ന്റെ നേതാക്കന്മാരുടെ വീട്ടിലിരുന്ന് തിരക്കഥ തയ്യാറാക്കി കേരളത്തിലെ UDF ഗവൺമെന്റ് തകർക്കാമെന്ന് കരുതി അവർ അഴിച്ചുവിട്ട ഭൂതം ഇന്ന് BJP-യുടെ കൈകളിലേക്ക് പോകുന്നു. ബിജു രമേശ് സ്ഥാനാർത്ഥിയായാൽ പിന്തുണ കൊടുക്കുന്ന കാര്യം ആലോചിക്കാമെന്ന നിലയിലേക്ക് BJP സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥി ദാരിദ്ര്യത്തിലേക്ക് അടക്കം മാറുന്ന ഒരു കാലഘട്ടത്തിൽ BJP-യുടെ പ്രസക്തി, BJP-യുടെ ഇരട്ട താപ്പ് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP-യുടെ വോട്ട് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ജാതി മത സമവാക്യങ്ങൾ അത് വളരെ നിർണായകമായി മാറുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇടത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായും UDF-ന്റെ സ്ഥാനാർത്ഥി ആകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവർക്കെതിരായും പ്രസ്താവന ഇറക്കുന്നു. എങ്ങനെയാണ് നായർ, ഈഴവ, നാടാർ കമ്മ്യൂണിറ്റി അതെങ്ങനെയാണ് അവരുടെ വോട്ടുകൾ ഈ തവണ എങ്ങനെ വിനിയോഗിക്കപ്പെടും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ഇക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ഞാൻ ഒരുപാട് രാഷ്ട്രീയ ചർച്ചയ്ക്കില്ല. BJP-യുടെ വോട്ട്, പാർലമെന്റിന് കിട്ടിയ വോട്ട് ഇപ്പോൾ അരുവിക്കര കിട്ടുകയില്ല. മാത്രവുമല്ല, നിയമസഭയ്ക്ക് കിട്ടിയ 7000 വോട്ടും ഇത്തവണ കിട്ടുകയില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. നരേന്ദ്രമോദിയുടെ ഒരു ചരിസ്മയിൽ കഴിഞ്ഞ തവണ കുറേ വോട്ട് കിട്ടി. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. തിരുവനന്തപുരത്ത് പല നിയോജക മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്തേക്ക് നിയമസഭാ സീറ്റുകളിൽ തിരുവനന്തപുരം, കഴക്കൂട്ടം, നേമം ഇങ്ങനെയുള്ള നിയോജകമണ്ഡലങ്ങളിലൊക്കെ രാജഗോപാൽ മുമ്പിൽ വന്നു. അതൊരു പ്രത്യേക സാഹചര്യമാണ്. അവിടെ പ്രകാശ് ചോദ്യം, നായർ കമ്മ്യൂണിറ്റി കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് BJP-ക്കാണ്. ചില പ്രതീക്ഷകൾ, പ്രത്യേകിച്ചും രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം ചുറ്റുപാടുമൊക്കെ BJP-ക്ക് ഗുണം ചെയ്തു. രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് ഇത്തവണ ഉണ്ടാകുകയില്ല. ഒരു സംശയവും വേണ്ട. BJP-ക്ക് ഇത്തവണ ഇപ്പോഴേ യഥാർത്ഥമായി കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് മലയാളികൾ, ലോകത്താകെയുള്ള മലയാളികളുടെ അഭിമാനം സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ബുദ്ധിയുള്ള കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ മനസാക്ഷി, മലയാളികളുടെ മുഴുവൻ മനസാക്ഷിക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്ന അരുവിക്കരയിലെ ജനങ്ങൾ തീർച്ചയായും KM മാണിയുടെ നേതൃത്വത്തിലുള്ള അഴിമതിയും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം, എത്ര മന്ത്രിമാരാണ് വന്നേക്കുന്നത്, ഭരണം ഈ രാജ്യത്ത് ചെയ്യുന്ന ദ്രോഹങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഈ കൂട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നായർ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുമെന്ന്. നായർ കമ്മ്യൂണിറ്റി ഇത്തവണ നല്ലൊരു ശതമാനം നേരത്തെ BJP-ക്ക് വോട്ട് ചെയ്തവരും ഇത്തവണ അടിസ്ഥാനപരമായി വോട്ട്. അതിന് ഒരു ഉദാഹരണം എടുത്താൽ മതി. ഫേസ്ബുക്കിലൊക്കെ വന്നാൽ, ഇത് എൻ്റെ അഭിപ്രായമല്ല, ഞാനൊരു വർഗീയവാദിയും സമുദായവാദിയും ഒന്നുമല്ല, ഫേസ്ബുക്കിൽ വന്ന് എടുക്കണം നിങ്ങൾ. ഈ UDF നടത്തുന്ന ജാഥയുണ്ടല്ലോ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാണി മാറ്റിവെച്ച കോട്ടയം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ജാഥയിൽ ഒരു ബോർഡ് ഇറങ്ങിയിട്ടുണ്ട്. ആ ബോർഡ് ജനങ്ങൾ കണ്ടാൽ തന്നെ നായർ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യാൻ പോകുന്നത്, ആ ബോർഡൊന്ന് നോക്കിയാൽ മതി, വോട്ട് ചെയ്യാൻ പോകുന്നത് ഇടതുപക്ഷത്തിലായിരിക്കും. ഒരു സംശയം വേണ്ട. കാരണം BJP-ക്ക് വോട്ട് ചെയ്തുകൊണ്ട് പ്രയോജനമില്ലല്ലോ. ഈ ബോർഡ് ഇറക്കിയത് ആരൊക്കെയാണ്? ഉമ്മൻചാണ്ടി മുതൽ താഴെയറ്റത്ത് രാജൻ ബാബു വരെയുള്ളവരുടെ മുഖം അതിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിതറിയില്ല, ഇന്നലെ ഫേസ്ബുക്കിൽ നിന്ന് എറണാകുളത്ത് ആരോ കൊണ്ട് കാണിച്ചപ്പോഴാണ്. ഫേസ്ബുക്കിൽ ഇത് 10,000-കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്തുകൊണ്ട് വരുന്ന ഫേസ്ബുക്കാണ് വരുന്നത്. മറ്റൊരു സാധനമുണ്ട്, അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അതിനകത്തും ഇത് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ആ കമ്മ്യൂണിറ്റിയോട്, ഈ ജയിപ്പിച്ച ഈ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവന്ന ആ കമ്മ്യൂണിറ്റിയോട് കഴിഞ്ഞ 4 കൊല്ലമായി രാഷ്ട്രീയമായും ഔദ്യോഗികമായും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യം വ്യക്തമാണ്. ശ്രീ AK ബാലൻ, സാമുദായികമായി UDF വെല്ലുവിളി നേരിടുന്നു, അവർ രാഷ്ട്രീയമായ വെല്ലുവിളി നേരിടുന്നു, അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. ഇത്തവണ പിറവവും അല്ലെങ്കിൽ ആറ്റിങ്ങലിലും എല്ലാം സംഭവിച്ചതുപോലെ, നെയ്യാറ്റിങ്കര സംഭവിച്ചല്ലേ, പിറവത്തും നെയ്യാറ്റിങ്കരയിലും സംഭവിച്ചതുപോലെ ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് ജനങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ കഴിയില്ല. ഉറപ്പുണ്ടോ അരുവിക്കരയിൽ ഇടതുപക്ഷം ജയിക്കുമെന്ന്? ഇതിൽ ഒരു കാര്യം മനസ്സിലായിക്കോളൂ, അവിടെ 8 പഞ്ചായത്താണുള്ളത്. ആ 8 പഞ്ചായത്തിൽ 4 പഞ്ചായത്ത് LDF-ന് തമ്പിങ് മെജോറിറ്റിയാണ്. 1 ആര്യനാട്, 2 തൊളിക്കോട്,
ഉടമലക്കൽ, കുറ്റിച്ചാൽ. ഇവിടെ ഈ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞങ്ങളുടെ ജനകീയ അടിത്തറ ശക്തിപ്പെട്ടതിന്റെ ഭാഗമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും ഈ 4 പഞ്ചായത്തിൽ ഇനിയും വോട്ട് കൂടും. അതേ സമയത്ത് UDF കിട്ടിയിട്ടുള്ള പൂവച്ചൽ, അതുപോലെ തന്നെ വിതുര, അരുവിക്കര, വെള്ളനാട്, ഞാൻ ഈ ജാതീയമായിട്ട് ഞാൻ പറയുന്നില്ല, ഈ 4 പഞ്ചായത്തിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണം ഡീഫങ്ക്റ്റ് ആണ്. അവിടെയുള്ള ആദിവാസികൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് വിതുര പോലുള്ള സ്ഥലത്ത്. കഞ്ഞിവെള്ളം കൊടുക്കാതെ അട്ടപ്പാടിയിലുള്ള ആദിവാസികളെ ഒന്നുകിൽ പ്രസവിക്കുന്നതിനേക്കാളും മുമ്പ് അല്ലെ പ്രസവിച്ചതിന് ശേഷം ശിശു ഹത്യ നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റാണിത്. അവിടെയുള്ള ആദിവാസിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് നിങ്ങൾ പോയി നോക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലുള്ള സമയത്ത് ഞാൻ ആ പ്രശ്നം മനസ്സിലാക്കാൻ അവിടെയുള്ള എല്ലാ ഊരുകളിലും പോയി അവിടെ താമസിക്കുകയും ചെയ്ത് അവിടെ പൊടകാരെത്തിച്ചു കൊടുത്ത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രതിഷേധവും ഇല്ലാത്ത രൂപത്തിൽ ഞങ്ങൾ ഭരിച്ചതാണ്. ആദിവാസികളെ പരിപൂർണമായി വിശ്വാസത്തിലെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് പോയിട്ട് നോക്കുക, ആദിവാസികൾക്ക് തൊഴിൽ ഉറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമാണ്. നാടാർ മുതൽ ആദിവാസി വരെ, അല്ലെങ്കിൽ നായർ മുതൽ ആദിവാസി വരെ എല്ലാ ജനവിഭാഗങ്ങളും ജാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അരുവിക്കരയിൽ UDFന് എതിരാണ് എന്ന പ്രതീക്ഷയിലാണ് LDF. കോൺഗ്രസ് ആകട്ടെ ഈ രാഷ്ട്രീയം അഭിസംബോധന ചെയ്യാൻ തയ്യാറുമല്ല. വളരെ നന്ദി ശ്രീ R. ബാലകൃഷ്ണപിള്ള, ശ്രീ AK ബാലൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ KM ഷാജഹാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.